മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ കൊല്ലം ഉളിയക്കോവിലിൽ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതകത്തിനായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് പ്രതി തേജസ് രാജ് നടത്തിയത്. കൃത്യം നടത്തിയ ശേഷം തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കാൻ ശ്രമിച്ചത് യാദൃച്ഛികമല്ലെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ തേജസിന്റെ സുഹൃത്ത് ഫ്ലോറിക്കിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുകയും ചെയ്യും. എസ് വിനീഷ് നമുക്കൊപ്പം ചേരുന്നു. വിനീഷ്, ഇത് ആസൂത്രിതമാണ് ഈ കൊലപാതകവും പിന്നീടുള്ള ആത്മഹത്യയും. ആ നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതിന്റെ കാരണം എന്താണ്? അത്തരം തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ? തീർച്ചയായും സജിത്ത്, ഫെബിനെ വകവരുത്തുവാനായി തേജസ് രാജ് ലക്ഷ്യമിട്ട് തന്നെയാണ് വീട്ടിലെത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം ഉണ്ടായിരിക്കുന്നത്. എഫ്ഐആറിൽ അത്തരത്തിലുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നതും. തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി കരുതിയ 2 പെട്രോൾ ടിന്നുകളിൽ ഒന്ന് കാറിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ കൊണ്ടുവന്ന ലൈറ്ററും വീട്ടുമുറ്റത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. സംഭവ ദിവസം രാവിലെ തന്നെ പ്രതിയായ തേജസ് രാജ് വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ തേജസ് രാജ് എവിടെയെല്ലാം പോയി, കൃത്യത്തെ പറ്റി മറ്റാരുടെങ്കിലും സംസാരിച്ചിരുന്നു എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തേജസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട തേജസുമായി അടുത്തിടപെടുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൊലപാതക ദിവസം യുവതിയും വീട്ടിലുണ്ടാകുമെന്ന് കരുതിയാണ് അവരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ തേജസ് അവിടെ എത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഫെബിൻ ജോർജ് ഗോമസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. മൃതശരീരം വീട്ടിലാണ് ഉള്ളത്. ഏകദേശം പൊതുദർശനത്തിൽ ഇപ്പോൾ എത്തിക്കുന്ന സാഹചര്യമാണുള്ളത്. 10:30 കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള PM ഇടവക സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 10 മണി വരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരുന്നത്. ഉളിയക്കോവിൽ കൊല്ലത്തെ ആ കൊലപാതകം ആസൂത്രിതമെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തലും. അത്തരം നിഗമനങ്ങളിലേക്കാണ് പോലീസ് എത്തിച്ചേരുന്നത്.